ഇവിടെ ഒരു കുഞ്ഞിനെ കടൽത്തീരത്ത് ബേബി ബാസ്ക്കറ്റിൽ വച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഒരു തിരമാല വന്ന് കുഞ്ഞിനെ വലിച്ചു കൊണ്ടുപോകുന്നു. അത് കുറച്ചു ദൂരം ഒഴുകിപ്പോയതിനു ശേഷമാണ് അച്ഛൻ അത് കാണുന്നത്. ഉടനെ തന്നെ ഒരു ബോട്ടും എടുത്ത് കുഞ്ഞിനെ രക്ഷിക്കുന്നതിനായി പോകുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ കാലാവസ്ഥ മാറി കാറ്റും മഴയും വരുന്നു. അങ്ങനെ ബാസ്ക്കറ്റ് ഏത് വഴിക്കാണ് പോയതെന്ന് അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. കുറേ നേരം അന്വേഷിച്ചിട്ടും കുഞ്ഞിനെ കണ്ടെത്താനായില്ല. ഇയാൾക്ക് ഒരു പെൺകുട്ടി കൂടെയുണ്ട്. മകളെയും കൂട്ടി ആ ദ്വീപിൽ നിന്നും പോകുന്നു. കുഞ്ഞിനെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ അയാൾ മദ്യപാനം തുടങ്ങുന്നു. ഇത് കഴിഞ്ഞ് 3 വർഷം കഴിയുന്നു. അങ്ങനെ ഇയാൾ മദ്യപിച്ച് കഴിയുന്നത് കണ്ട് പെൺകുട്ടിയുടെ ഭാവി എന്താകുമെന്ന് ഓർത്ത് മറ്റുള്ളവർ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയെയും താമസിക്കുന്ന ദ്വീപിൽ മകളെ കൊണ്ടുവിടുന്നു. അവിടെ നിന്നും നോക്കുമ്പോൾ ഇവർക്ക് കുഞ്ഞായിരുന്നപ്പോൾ താമസിക്കുന്ന ദ്വീപ് കാണാം. അവിടെ ഇപ്പോൾ ആരുമില്ല. രാത്രി അവിടെ നിന്ന് ദ്വീപിലേക്ക് നോക്കുമ്പോൾ അവിടെ തീ കത്തുന്നത് പോലെ കാണുന്നു. അത് എന്താണെന്ന് നോക്കുന്നതിനായി മുത്തച്ഛനെയും കൂട്ടി പിറ്റേന്ന് തന്നെ അങ്ങോട്ട് പോകുന്നു. അവളെ അവിടെ നിന്നും കളിക്കാൻ പറഞ്ഞിട്ട് മുത്തച്ഛൻ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പോൾ ഒരു കൊച്ചുകുട്ടി മാത്രം അവിടെ നിന്ന് കളിക്കുന്നത് കാണുന്നു. അവനെ വിളിച്ചപ്പോൾ അവൻ പേടിച്ച് അവൻ്റെ ആ ബേബി ബാസ്ക്കറ്റിൽ കയറി കടലിലോട്ട് പോകുന്നു. ഇത് കണ്ട് അവൾ ഉറപ്പിക്കുന്നു ഇത് തൻ്റെ അനിയനാണ് എന്ന്. ഇത് ചെന്ന് മുത്തച്ഛനോടും മുത്തശ്ശിയോടും പറയുന്നു. പക്ഷെ അതവർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം അവർ അവളെ കസിനെയും കൂട്ടി കടലിലേക്ക് വരുന്നു. വീണ്ടും ഇവളെ കണ്ടപ്പോൾ പേടിച്ച് കടലിലോട്ട് പോകുന്നു ആ കുട്ടി. പുറകെ ഒരു സീലും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നു ഇത്രയും നാൾ അവനെ വളർത്തിയത് അതാണെന്ന്. വേറൊരു ദിവസം അവൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൂട്ടി വരുന്നു. രാത്രി അവിടെ നല്ല മഴയായിരുന്നു. ഇവർ വീണ്ടും ഇവരെ കണ്ട് പേടിച്ച് കടലിലോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ സീലുകൾ എല്ലാം ചേർന്ന് ഇതാണ് നിന്റെ ഫാമിലി എന്ന് പറയുന്നത് പോലെ കാണിക്കുന്നു. അവനും ഇതാണ് തൻ്റെ ഫാമിലി എന്ന് മനസ്സിലാക്കി എല്ലാവരോടും ഒരുമിക്കുന്നു.